വൈവിധ്യങ്ങളുടെ പുസ്തകശേഖരവുമായി നിയമസഭാ പുസ്തകോത്സവത്തിന്റെ സ്റ്റാളുകൾ. വൻകിട പുസ്തക പ്രസാധകർക്കൊപ്പം ചെറുകിട പ്രസാധകർക്കും വലിയ അവസരമാണ് നിയമസഭാ പുസ്തകോത്സവത്തിൽ ലഭിക്കുന്നത്. വൻകിട പുസ്തക പ്രസാധകർക്കൊപ്പം തളരാതെയും ഇടറാതെയും പിടിച്ചു നിൽക്കുന്നവരുണ്ട് ചെറുകിട പ്രസാധകർ. നല്ല പുസ്തകങ്ങൾ വായിക്കപ്പെടണമെന്ന നിലപാടാണ് ഇവരുടെ അടിത്തറ. അവർക്കുള്ള വേദി കൂടിയാണ് നിയമസഭാ പുസ്തകോത്സവം. പുതിയ പ്രസാധകരുടെ ഒരു വലിയ നിര കേരളത്തിലെ വായനക്കാരുടെ ഇടയിലേക്കും കേരളത്തിലെ എഴുത്തുകാരുടെ ഇടയിലേക്കും കേരളത്തിലെ അക്ഷര കൂട്ടായ്മയ്ക്കിടയിലേക്കും വലിയൊരു നിര പുതിയ പ്രസാധകർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ വിചാരിക്കും ഏറ്റവും നല്ല പുസ്തകം ഏറ്റവും വലിയ പ്രസാധകരിലേ ഉള്ളൂ എന്ന് ധരിക്കുന്ന ആ ധാരണയൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരുപാട് ചെറിയ പ്രസാധകർ കേരളത്തിലുണ്ട്. ഇവിടെ വലിയ എല്ലാ ഒരുവിധം 250-250 സ്റ്റാളുണ്ട്. അപ്പോൾ അത്രയും കേരളത്തിലെ ചെറുകിട പ്രസാധകർക്ക് നല്ലൊരു വേദിയാണിത്. ഇത് 1-ാം വർഷം നടന്നത് വളരെ എന്താ പറയുക, നല്ല ജനങ്ങളുടെ ഒരു ഭയങ്കര പ്രവാഹം തന്നെയായിരുന്നു. ഇവിടെ രാത്രി ഒരു 10 മണിക്ക് പോലും നമുക്ക് സ്റ്റോൾ അടച്ചു പോകാൻ മടിയായിരുന്നു. കഴിഞ്ഞ വർഷം പിന്നെ നവംബർ മാസത്തിലാവുകൊണ്ട് കേരളീയത്തിൻ്റെ കൂടെ ആവുകൊണ്ട് കുറച്ചൊരു കുറവ് വന്നെങ്കിലും നന്നായിരുന്നു. ഞങ്ങൾക്കിത് നല്ലൊരു വേദിയാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ പബ്ലിഷർക്ക് നല്ലൊരു വേദിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ പുസ്തകോത്സവം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്ന് നിയമസഭാ പുസ്തകോത്സവം തന്നെയാണ് ഇപ്പോൾ ഈ 3-ാമത്തെ പ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പബ്ലിഷേഴ്സിന് വലിയ വേദി തന്നെയാണിത്. കാരണം വലിയ വേദിയാണ്. ഫിനാൻഷ്യലി സ്റ്റോൾ റെൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി ഫെസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് തന്നെയാണ് നമ്മളോട് വാങ്ങാറുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമായിട്ട് തന്നെ കാണുന്നു. ഇതുപോലെയുള്ള നിയമസഭയ്ക്കകത്ത് നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടുകയാണ്. കാരണം വലിയ പബ്ലിഷേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എല്ലാ ജില്ലകളിലും അവർക്ക് ഷോറൂംസ് ഉണ്ടാവും. പുസ്തകങ്ങൾ എവിടെയും അവൈലബിൾ ആക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഞങ്ങളുടെ എഴുത്തുകാർ അവരെയും കൂടി സംതൃപ്തിപ്പെടുത്തുന്നതാണല്ലോ. ഞങ്ങൾ ഓരോ ഫെസ്റ്റിലും പങ്കെടുക്കുമ്പോൾ അവരുടെ പുസ്തകം ഏതെല്ലാം ഫെസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവർ പരിശോധിക്കുക. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ അവസരമായിട്ട് തന്നെയാണ് കാണുന്നത്. വലിയ പുസ്തക സ്റ്റാളുകളിൽ കിട്ടാത്ത പുസ്തകങ്ങൾ ഇവിടെ കിട്ടും. കേട്ടറിവ് മാത്രമുള്ള പല പുസ്തകങ്ങളെയും പുസ്തക പ്രേമികൾക്ക് ഇവിടെ നിന്ന് തൊട്ടറിയാനാകും. ഇത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു ആവിഷ്കാരമാണ് ഈ പുസ്തകോത്സവം എന്ന് പറയുന്നത്. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യനിലേക്ക് എത്തുന്ന ഒരു മൂല്യത്തിൻ്റെ പേരാണ് ജനാധിപത്യം. തീർച്ചയായും ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള 160-ൽ പരം പ്രസാധകരും 260-ൽ പരം സ്റ്റാളുകളുമാണുള്ളത്. ഇതിൽ നമുക്കറിയാം മുഖ്യ പ്രസാധകരായിട്ടുള്ള DC, മാതൃഭൂമി, ചിന്ത പോലെയുള്ള പ്രസാധകർക്കപ്പുറത്തേക്ക് ചെറിയ ചെറിയ പ്രസാധകർ, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള ചെറിയ ചെറിയ പ്രസാധകർ, ഒരുപക്ഷെ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലോ അവർക്കൊന്നും പ്രധാനപ്പെട്ട സ്റ്റാളുകളില്ല. പക്ഷേ ഈ പുസ്തകോത്സവത്തിൽ അവർക്കെല്ലാം സ്റ്റാൾ ഉണ്ടാവുകയും നമ്മൾ ഒരുപക്ഷെ എപ്പോഴും നമുക്ക് കിട്ടാത്ത പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയുന്നൊരു സൗകര്യം കൂടിയുണ്ട്. നമുക്കറിയാം ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തകമേളകളാണ് ജില്ലാ അടിസ്ഥാനത്തിൽ വലിയ പുസ്തകമേളകളെ നമ്മൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നിയമസഭാ പുസ്തകോത്സവമാണ് കുറേ കൂടെ വിപുലമായി എല്ലാ വായനക്കാരെ ആകർഷിക്കുന്ന എല്ലാ പ്രസാധകരുമുള്ള ഒരു പുസ്തക ഉത്സവം എന്ന് പറയുന്നത്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.